ഇന്ന് ജനുവരി 14. ഒരാഴ്ചയായി തുടരുന്ന ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിലെ കാട്ടുതീയിൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതുവരെ പൊലിഞ്ഞത് 24 ജീവനുകൾ. നശിച്ചത് 12,000 കെട്ടിടങ്ങൾ. സതേൺ കാലിഫോർണിയയിലെ പാലിസൈഡ്സിലും ഈറ്റനിലും 60 സ്ക്വയർ മൈൽ വരുന്ന പ്രദേശങ്ങൾ ഇപ്പോഴും ചുട്ടരിഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ. അതിനിടെ ഇന്നും നാളെയും അപകടകരമാം വിധം കാറ്റിന് ശക്തി കൂടുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഈ സമയങ്ങളിൽ സ്ഫോടനാത്മകമായ രീതിയിൽ തീ പടരുമെന്നും അതുകൊണ്ട് തന്നെ കാട്ടുതീ ബാധിത പ്രദേശങ്ങളിൽ പ്രത്യേക അപകട സാഹചര്യമായി കണക്കാക്കുന്ന PDS പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. കാലിഫോർണിയയിലെ കാട്ടുതീ വീണ്ടും ആളിപ്പടരുകയാണ് എന്നർത്ഥം. കാലിഫോർണിയയിലെ പ്രാദേശിക സമയം ഇന്ന് രാവിലെ 4 മണി മുതൽ നാളെ ഉച്ചവരെയാണ് കാറ്റ് ശക്തിയാർജിക്കുന്ന റെഡ് ഫ്ലാഗ് വാർണിംഗ് ലോസ് ഏഞ്ചൽസിലെ നാഷണൽ വെതർ സർവീസ് ഓഫീസ് അറിയിച്ചത്. ഇതനുസരിച്ച് പ്രത്യേക അപകട സാഹചര്യമായി കണക്കാക്കുന്ന പെർട്ടിക്കുലർ ഡേഞ്ചറസ് സിറ്റുവേഷൻ അഥവാ PDS പ്രഖ്യാപിച്ചു. 45 മുതൽ 70 മീറ്റർ പെർ ഹവർ വേഗത്തിൽ വരെ കാറ്റിന് വേഗതയുണ്ടാകും. അതോടൊപ്പം താരതമ്യേന ഹ്യൂമിഡിറ്റി കുറഞ്ഞതും തീ കൂടുതൽ പടരാൻ കാരണമാകും. ഇതനുസരിച്ച് കഴിഞ്ഞ ദിവസം മാത്രം 92,000 ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം പാലിസൈഡ്സിലും ഈറ്റനിലും രാത്രി 6 മുതൽ രാവിലെ 6 വരെ കർശനമായ കർഫ്യൂവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. PDS പ്രഖ്യാപിച്ച ശേഷം ലോസ് ഏഞ്ചൽസിന് പുറത്തുള്ള വടക്ക് പടിഞ്ഞാറൻ ഭാഗമായ വെഞ്ചുറ കൗണ്ടിയിലെ 10 ഏക്കർ സ്ഥലത്തും തീപിടുത്തമുണ്ടായിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഇതേ കാറ്റാണ് കാരണം. ഒരാഴ്ചയായി കൈവിട്ടുപോയ കാട്ടുതീ നഗരങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനിടെ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടാൻ കാരണമായ പല ഘടകങ്ങളെക്കുറിച്ചും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ലോസ് ഏഞ്ചൽസിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ സാൻഡാൻസ് റിസർവോയർ തീപിടിക്കുന്ന സമയത്ത് മെയിൻ്റനൻസിന് വേണ്ടി കാലിയാക്കിയിരുന്നുവത്രേ. 117 ഗാലൻ വെള്ളമുണ്ടാവാറുള്ള ഈ റിസർവോയർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അഗ്നിരക്ഷാസേനക്ക് കാര്യങ്ങൾ എത്രയോ എളുപ്പമായേനെ. ന്യൂ ഇയറിന്റെ രാത്രിയിൽ പസഫിക് പാലിസൈഡ്സിലെ 8 ഏക്കറോളം വരുന്ന സ്ഥലം കത്തുന്ന ദൃശ്യങ്ങൾ പ്രദേശവാസികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. പാലിസൈഡ്സിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ ഉറവിടം ഏതാണെന്ന് ഉറപ്പിച്ചിട്ടില്ലെങ്കിലും ന്യൂ ഇയർ രാത്രിയിലെ തീയുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. 50,000 മനുഷ്യരാണ് ഔദ്യോഗികമായി ഇപ്പോഴും വൈദ്യുതിയില്ലാതെ ജീവിക്കുന്നത്. അതിനിടെ വീടുകളിലും കടകളിലും കയറി കവർച്ച നടത്തുന്നവർ, അഗ്നിരക്ഷാസേനയായി വേഷമിട്ടവർ, കർഫ്യൂ ലംഘിച്ച് കാട്ടുതീക്കിടയിൽ ഡ്രോൺ പറത്തുന്നവർ, ഇങ്ങനെ പല കേസുകളിലായി 50ഓളം അറസ്റ്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാഷണൽ ഇന്റലിജൻസി ഫയർ സെന്റർ ആൻഡ് കാലിഫയർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ തീ പടർന്ന 8 സ്ഥലങ്ങളിൽ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാണ്. 800 ഏക്കറോളം പടർന്ന ഹേസ്റ്റ് കാട്ടുതീ പോലും 95% നിയന്ത്രിച്ചിട്ടുണ്ട്. പാലിസൈഡ്സും ഈസ്റ്റനുമാണ് അപ്പോഴും കയ്യിലൊതുങ്ങാത്ത തീനാളങ്ങളായി കാലിഫോർണിയയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാലിസൈഡ്സിൽ 23,713 ഏക്കറാണ് ഇതുവരെ തീ പടർന്നത്. ഏകദേശം 96 ചതുരശ്ര കിലോമീറ്റർ വരും. 14% മാത്രമേ ഇവിടെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈറ്റനിൽ 14,117 ഏക്കറാണ് ചാരമായി മാറിയത്. ഇതും വരും ഏകദേശം 57 ചതുരശ്ര കിലോമീറ്റർ. അവിടെയാകട്ടെ 33% മാത്രമേ നിയന്ത്രണ വിധേയമായിട്ടുള്ളൂ. ഫയർ ഹൈഡ്രന്റുകൾ എല്ലാം കാലിയായതോടെ തീയണക്കാനുള്ള മറ്റു വഴികൾ തേടുകയാണ് കാലിഫോർണിയൻ ഭരണകൂടം. എയർക്രാഫ്റ്റുകൾ വഴി പിങ്ക് നിറത്തിലുള്ള അഗ്നിരക്ഷാ മരുന്നുകൾ ഉപയോഗിക്കുന്നത് ലോസ് ഏഞ്ചൽസിൽ നിന്നുള്ള രക്ഷാദൗത്യത്തിന്റെ ദൃശ്യങ്ങളിൽ നമ്മൾ വ്യാപകമായി കാണുന്നുണ്ട്. കാട്ടുതീ അണക്കാൻ ഉപയോഗിക്കുന്ന വെള്ളവും അമോണിയം ഫോസ്ഫേറ്റും ചേർന്ന ഈ മിശ്രിതത്തിൽ അയൺ ഓക്സൈഡ് കൂടി ചേർക്കുന്നത് കൊണ്ടാണ് പിങ്ക് നിറത്തിൽ കാണപ്പെടുന്നത്. ഗ്രൗണ്ടിലൂടെ ഫയർ ഫൈറ്റേഴ്സിന് എത്തിച്ചേരാൻ കഴിയുന്നതിനും അപ്പുറം തീ വ്യാപിച്ചതോടെ ഇത്തരം അഗ്നിരക്ഷാ മരുന്നുകൾ പ്രയോഗിക്കാൻ കഴിയുന്ന എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ഗാലൻ മരുന്നുകളാണ് ഇതുവരെ ഉപയോഗിച്ചു നോക്കിയത്. പക്ഷേ കാറ്റിന്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് ഈ ശ്രമവും അപകടം ചെയ്യുകയാണ്. താഴ്ന്നു പറക്കുന്ന എയർക്രാഫ്റ്റുകളെ അപായപ്പെടുത്താൻ മാത്രം ശക്തിയിലാണ് ഇപ്പോൾ സാന്റ അന കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. തീരദേശമായിട്ടും പസഫിക് സമുദ്രത്തിലെ വെള്ളം ഉപയോഗിച്ച് തീയണക്കാനുള്ള ശ്രമങ്ങളും കാലിഫോർണിയ പരിശോധിക്കുന്നുണ്ട്. കടൽ തീരത്തു പോയി വെള്ളം ലോസ് ഏഞ്ചൽസിലെ കുന്നുകളിലേക്ക് എത്തിക്കുക എന്നത് പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അഗ്നിരക്ഷാസേനയ്ക്കു മാത്രം 60 എയർക്രാഫ്റ്റുകളാണ് കാലിഫോർണിയയിലുള്ളത്. അതിൽ ചിലതിനു മാത്രമേ കടലിൽ നിന്ന് വെള്ളമെടുക്കാൻ സംവിധാനമുള്ളൂ. മിക്കതും ഫയർ ഹൈഡ്രന്റുകൾ മാത്രം നിറക്കാൻ സാധിക്കുന്ന വാഹനങ്ങളാണ്. കടൽ വെള്ളമായതുകൊണ്ട് തന്നെ ഉപ്പിന്റെ സാന്നിധ്യമുള്ളതും ഭീഷണിയാണ്.
ലോകത്തിലെ തന്നെ തീയണക്കാൻ വേണ്ടി മാത്രമുള്ള ഏറ്റവും വലിയ സിവിലിയൻ വ്യോമയാന വാഹനവും കാലിഫോർണിയൻ അഗ്നിരക്ഷാസേനയുടേതാണ്. പാലിസൈഡ്സിലെ തീനാളങ്ങൾക്കുമീതെ വട്ടമിട്ടു മറന്ന് തീയണച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ സ്കൂപ്പർ എയർക്രാഫ്റ്റിന്റെ ചിത്രം നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 14,000 പൗണ്ട് വെള്ളം ഒറ്റയടിക്ക് ഈ വാഹനത്തിന് വഹിക്കാൻ സാധിക്കും. പക്ഷേ സാന്റ അന കാറ്റ് കാരണം പലപ്പോഴും എയർക്രാഫ്റ്റുകൾക്ക് താഴെ ഇറങ്ങേണ്ടി വരുന്നു. ഇത്രയും വ്യാപ്തിയുള്ള കാട്ടുതീ പടർന്നിട്ടും പരമാവധി ആളപായം കുറക്കാൻ കഴിഞ്ഞുവെന്നത് കാലിഫോർണിയയുടെ മികച്ച രക്ഷാപ്രവർത്തന ദൗത്യത്തെയാണ് എടുത്തു കാണിക്കുന്നത്. തീ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് ഒരു വശത്ത് രാജ്യത്തിനും ഭരണാധികാരികൾക്കും വലിയ വെല്ലുവിളി ഉയർത്തുന്നു. വാട്ടർ റിസർവോയറുകൾ അതിവേഗം കാലിയാകുന്നത് തലവേദനയുണ്ടാക്കുന്നു. സെലിബ്രിറ്റികളും കോടീശ്വരന്മാരും വസിക്കുന്ന ഹോളിവുഡ് ഹിൽസിലെ ആഡംബര വസതികൾ വെന്ത് വെണ്ണീറാകുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്നു. ഈ വെല്ലുവിളികൾക്കെല്ലാം ഇടയിൽ ഇത്രയധികം ആളുകളെ ദുരന്ത മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കണമെങ്കിൽ മികച്ച രക്ഷാദൗത്യം കൂടാതെ സാധിക്കുകയില്ല. രക്ഷപ്പെടാൻ നോക്കവേ റോഡുകളിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായതോടെ വാഹനങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ച് പലരും ജീവനും കൊണ്ടോടി. ഇത് ഫയർ എഞ്ചിനുകൾ അടക്കമുള്ള രക്ഷാപ്രവർത്തക വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയിരുന്നു എന്നും പറയപ്പെടുന്നു. ഇങ്ങനെ അനവധി വെല്ലുവിളികൾക്കിടയിലും മരണസംഖ്യ തീരെ കുറക്കാൻ രാജ്യത്തിനായി. പക്ഷേ 100 കണക്കിന് ബില്യൺ US$ നഷ്ടം കണക്കാക്കുന്നത്. കാട്ടുതീ ലോസ് ഏഞ്ചൽസിനെ മാത്രമല്ല, കാലിഫോർണിയയെയും അമേരിക്കയെയും ലോകത്തെ തന്നെയും പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടുതീ ഇനി പൂർണ്ണമായി നിയന്ത്രിച്ചാൽ തന്നെയും ചാരമായി തീർന്ന നഗരങ്ങൾ തിരിച്ചു പണിയുന്നത് ലോകശക്തിക്ക് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും.